നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. അതായത് 2025 ക്ലബ്ബ് വേൾഡ് കപ്പ് USA അഥവാ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുന്നത്. ജൂൺ 15 മുതൽ ജൂലൈ 13 വരെയാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് 2025 അമേരിക്കയിൽ വെച്ച് നടക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളാണ് വരാനിരിക്കുന്നത്. അതായത് അടുത്ത വർഷം അവിടെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് അരങ്ങേറുന്നുണ്ട് 2024. അതിനുശേഷം 2025 ഇപ്പോൾ പറഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതിനുശേഷം 2026 ഫിഫ വേൾഡ് കപ്പും USA വെച്ചുകൊണ്ട് തന്നെയാണ് അരങ്ങേറുന്നത്. പ്രധാനപ്പെട്ട 3 ടൂർണമെന്റുകൾ അവിടെ അരങ്ങേറുന്നു. എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ ലയണൽ മെസ്സി ഇപ്പോൾ അമേരിക്കയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 ടൂർണമെന്റുകളിലും പങ്കെടുക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിനുണ്ട്. അത് 3ഉം തൂത്തുവാരാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്റർ മയാമി ഇതുവരെ യോഗ്യത കരസ്ഥമാക്കിയിട്ടില്ല. എങ്ങനെ അവർക്ക് യോഗ്യത കരസ്ഥമാക്കാം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അഥവാ നോർത്ത് അമേരിക്കക്ക് അഥവാ കോൺകക്കാഫിന് 4 സ്ഥാനങ്ങളാണ് ഇപ്പോൾ ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് ഉള്ളത്. അതായത് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് ജേതാക്കൾക്കാണ് യോഗ്യത ലഭിക്കുക. 2021, 2022, 2023 വർഷങ്ങളിലെ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് ജേതാക്കൾ ഇതിനോടകം തന്നെ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2024 കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് ഇനി നടക്കാനുണ്ട്. അതിൽ ഇന്റർ മയാമി പങ്കെടുക്കുന്നുണ്ട്. അടുത്ത വർഷം നടക്കുന്ന ഈ ഒരു കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് സ്വന്തമാക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിക്കും ഇന്റർ മയാമിക്കും 2025 നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ട് USA ഒരു ബോണസ് പ്ലേസ് കൂടിയുണ്ട്. അതായത് 5ാമത് ഒരു ടീമിന് കൂടി 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷെ അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളത് ഫിഫ വ്യക്തമാക്കിയിട്ടില്ല. ഇന്റർ മയാമിക്ക് അവിടെ ഒരു സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ മെസ്സിയെ USA കാത്തിരിക്കുന്നത് 3 തുടർച്ചയായ ടൂർണമെന്റുകളാണ്. അതായത് അടുത്ത വർഷത്തെ കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മെസ്സി ഇറങ്ങും. പിന്നീട് യോഗ്യത നേടുകയാണെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലും മെസ്സിക്ക് അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെ പങ്കെടുക്കാം. അതിനുശേഷം 2026 വേൾഡ് കപ്പ് നടക്കുന്നത്. ആ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ നായകനായിക്കൊണ്ട് മെസ്സി കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ലെങ്കിലും മെസ്സി തന്നെ ഉണ്ടാകും എന്നുള്ള, അല്ലെങ്കിൽ നയിക്കാൻ മെസ്സി തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അർജന്റീനയുടെ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.